നോമ്പ് കാലഘട്ടം വീണ്ടെടുപ്പിന്റെ കാലമാണ്. ദൈവത്തിൽ നിന്നും എനിക്ക് വീണ്ടെടുപ്പ് ഉണ്ട് എന്ന ബോധ്യത്തിലേക്കുള്ള മടങ്ങി വരവാണ് നോമ്പ് കാലഘട്ടം. ഇടയനോടൊപ്പം യാത്ര ചെയ്തിരുന്ന, ഇടയന്റെ കരുതലിൽ ജീവിച്ചിരുന്ന ഒരാട് എന്നാൽ ഏതോ ഒരു വേളയിൽ ഇടയനിൽ നിന്നും അകന്നു പോയതാണ്. അകൽച്ച ആരംഭത്തിൽ സുരക്ഷിതമായും സന്തോഷമായും സ്വാതന്ത്ര്യമായിട്ടുമൊക്കെ ആ ആടിന് അനുഭവപ്പെട്ടു. എന്നാൽ ഏതോ ഒരു വേളയിൽ തനിക്ക് മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം അപകടത്തിൽ അത് പെട്ടുപോകുന്നുണ്ട്. മുള്ളിനിടയിലോ അഗാധ ഗർത്തങ്ങളിലോ ഒക്കെ വീണ് തന്റെ ജീവിതം അവസാനിക്കുമെന്ന് തോന്നിയിടത്ത്, രക്ഷിപ്പാൻ ആരുമില്ലാത്തിടത്ത് ആ ആട് കിടന്ന് നിലവിളിക്കുകയാണ്. തന്റെ നിലവിളി ശബ്ദം കേൾക്കുവാൻ പോലും ആ വനാന്തരത്തിൽ ആരും തന്നെയില്ല. തകർന്നു, എന്റെ ജീവിതം അവസാനിച്ചു, ഇനി എനിക്ക് മുൻപോട്ട് ജീവിതമില്ല എന്ന് ചിന്തിച്ചിടത്ത്, അപ്രതീക്ഷിതമായിരുന്നിടത്ത് അവൻ ഇടയന്റെ സ്വരം കേൾക്കുന്നുണ്ട്, ഇടയന്റെ ഗന്ധം തിരിച്ചറിയുന്നുണ്ട്. ഇടയന്റെ കരം അവന്റെ അരികിലേക്ക് വന്ന് താൻ വീണിടത്ത് നിന്നും അവനെ മാറോടണയ്ക്കുന്ന ഇടയന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിൽ നിന്നും അകന്ന് ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ പാപ വഴികളിൽ നിന്നും മടങ്ങി വരവില്ല എന്ന ചിന്തകളിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നുവെങ്കിൽ, നോമ്പിന്റെ കാലഘട്ടം നമ്മോട് പറയുന്നത് ഒരു വീണ്ടെടുപ്പുകാരൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരും എന്നാണ്. എനിക്കൊരു രക്ഷ വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്ക് സ്വയം മാറ്റുവാൻ കഴിയാത്ത ഈ ശീലങ്ങളിൽ നിന്നും, ഈ പ്രവർത്തനങ്ങളിൽ നിന്നും, ഈ ഇടങ്ങളിൽ നിന്നും എനിക്കൊരു സംരക്ഷണം വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിലവിളിക്കുന്നവന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു നല്ല ഇടയനുണ്ട്. ഈ നോമ്പ് കാലഘട്ടം വീണ്ടെടുപ്പിന്റെ കാലമായി മാറട്ടെ. നാം വീണുപോയ ഇടങ്ങളിൽ, തകർന്നുപോയ ഇടങ്ങളിൽ, മടങ്ങി വരുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നമ്മെ കരുതുന്ന ഇടയന്റെ കരം തിരിച്ചറിയുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.